ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഴഞ്ഞു വീണ ബാലചന്ദ്രനെ അലീന തന്നെ CPR ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലാക്കുവാണല്ലോ. പക്ഷേ ഹോസ്പിറ്റലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബോധമൊക്കെ തെളിയുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുവാണ്. ബാലചന്ദ്രനെ കാണാനായിട്ട് വന്ന വൈജയോട് ഡോക്ടർ ശർമ്മ പറയുവാണ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആ സെർവൻ്റ് ഇല്ലേ അലീന, ആ കുട്ടിയോട് നിങ്ങൾ നന്ദി പറയണം. സമയോചിതമായി ആ കുട്ടി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താവിനെ ഇപ്പോൾ തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണമെന്നില്ല. അത്രയ്ക്ക് സീരിയസ് കണ്ടീഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സർവൈവൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുള്ള നന്ദി നിങ്ങൾ ആ കുട്ടിയോട് പറയണമെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വന്ന് അവിടെ ഡോക്ടറെ കൊല്ലാനുള്ള കലിയിലവിടെ ഇരിക്കട്ടോ വൈജ. പക്ഷേ മനുവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവനെ ബാലചന്ദ്രൻ എന്തായി എന്നറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ഇവിടെ വൈജയന്തി വന്നിട്ട് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് വീട്ടിൽ പൊക്കൂടെ? ബാലചന്ദ്രൻ്റെ ആൾക്കാരായ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെയല്ല മാഡം, സാറിന് എന്തായി എന്ന് അറിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഞാനല്ലേ സാറിനെ ഇവിടം വരെ കൊണ്ടുവന്നത്. ആഹാ, അതിന് കണക്ക് ചോദിക്കുകയാണോ നീ? അങ്ങനെയല്ല. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ, നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മനു ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ അവൾ കയറി നിൽക്കുന്നത്, അവൾ ഇവിടെ തറയിലല്ലേ നിൽക്കുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് മനു ഇങ്ങനെ പറയുന്നത്? അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അമ്മയെ നോക്കാൻ ആൾ വേണ്ടേ? ആംബുലൻസിൻ്റെ പുറകെ കയറി വന്നേക്കുന്നു. ദേ ആൻറ്റി, അങ്കിളിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് അവളുടെ കരുണ കൊണ്ടാണ്. അവൾ ആ സമയത്ത് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതിനൊരു നന്ദി വാക്ക് പറയാ വേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ അവളിവിടെ നിൽക്കുന്നത് ആൻറ്റിക്ക് ഇഷ്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം. നീ എന്തിനാ കൊണ്ടുവിടുന്നത്? ഓട്ടോ പിടിച്ച് പോകാൻ അറിയില്ലേ അവൾക്ക്? നീ ഒരു ഓട്ടോ പിടിച്ച് പോവാ അലീനയെന്ന് പറയാം. അത് വേണ്ട ആൻറ്റി, അത്രയ്ക്കും കഷ്ടപ്പെടണ്ട. പിന്നെ എൻ്റെ ഞാൻ കാറിലാണ് വന്നത്, ഞാൻ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടോളാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അലീനയുടെ കൈ പിടിച്ച് മനു നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാട്ടോ. കാറിൽ കയറിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ മനുവിനോട് അലീന പറയുക, മനുവേട്ടാ ഞാൻ നാളെ പോകാൻ വേണ്ടി ഇരുന്നതാ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ നീ ഇട്ടിട്ട് പോകണത് ശരിയാണോ? കാരണം ഇനിയിപ്പോൾ ആശുപത്രി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആൻറ്റിക്ക് അവിടെ നിൽക്കേണ്ടി വരും. വീട്ടിലെ പിള്ളേരുടെ കാര്യം എല്ലാം, മുത്തശ്ശിയുടെ കാര്യം എല്ലാം ആകെ അവതാളത്തിലാവും. നീ തൽക്കാലം ഇപ്പോൾ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് നീ പോകരുതെന്ന് പറയാട്ടോ. അപ്പം തന്നെ അലീന പറയാം, അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ ബാലചന്ദ്രൻ സാറിന് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അസുഖമൊക്കെ ഭേദമായി വീട്ടിൽ വരും. വന്നു കഴിഞ്ഞാൽ അറിയാലോ, വീണ്ടും തുടങ്ങും എന്നോട്. അവരായി അവരുടെ പാടായി. ഞാൻ പോവാം മനുവേട്ടാ. അങ്ങനെ പറയരുത്, നീ ഈ സമയത്ത് പോകണ്ട. നീ എന്തായാലും ഇവിടെ കാണണം എന്ന് പറയാം. എന്തായാലും ഈ മാഡത്തിന് സാറിനോട് ഒരല്പം പോലും സ്നേഹമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാട്ടോ. നമ്മുടെ അപ്പം തന്നെ ഉണ്ട് മനു പറഞ്ഞോണ്ട്, അത് നീ പറയാതെ എനിക്കും മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ആൻറ്റിക്ക് അങ്കിളിനോട് യാതൊരു സ്നേഹവും ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ജീവൻ രക്ഷിച്ചത് നീയാ, എന്നിട്ടും നിന്നെയാണ് വഴക്ക് പറയുന്നത്. എന്തായാലും അങ്കിളിൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അങ്കിൾ ജീവനോടെ ഇരിക്കുന്നത് ആൻറ്റിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ആൻറ്റിയുടെ സംസാരവും രീതി. അതെ, പക്ഷേ അതൊക്കെ പോട്ടെ. എന്തായാലും വരണടുത്ത് വെച്ച് കാണാം. എന്തായാലും നീ ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുവിട്ടിട്ട് മുത്തശ്ശിയോട് അവിടെ മനു തന്നെയാണ് കാര്യങ്ങൾ പറയണം. മുത്തശ്ശി വിഷമിക്കേണ്ട, അങ്കിളിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് അലീനയോടാണ്. അവൾ ആ സമയത്ത് വേണ്ടതൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്കിളിന് കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ പറയുന്നുണ്ട്, മോളെ നീ തൽക്കാലം ഇപ്പം പോകാൻ വേണ്ടി നിൽക്കരുത്, കുറച്ച് ദിവസം കൂടി നിൽക്കുക. ഇതെന്തായിന്ന് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയായതിന് ശേഷം പോവാമെന്ന് പറയാം. അപ്പം വീണ്ടും ഞാനിവിടെ നിന്നാൽ അവർ വീണ്ടും എന്നെ വായിത്തോന്നെല്ലാം വിളിച്ച് പറയുന്ന അലീന പറയുമ്പോൾ മനു പറയണം, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഞാനുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഞാൻ കണ്ണിൽ കണ്ട എന്തും ഉടനെ തന്നെ ചോദിക്കും. ഒന്നും മനസ്സിൽ വെച്ചിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ടാന്ന്. ആശുപത്രി കിടക്കുന്ന ബാലചന്ദ്രന് ബോധമൊക്കെ ശരിയായി വരുമ്പോൾ ആദ്യം കൃഷ്ണമ്മോൾ കാണുന്നുണ്ട് കേട്ടോ. കൃഷ്ണമ്മോൾ അങ്ങനെ വൈജയന്തിക്കും കയറി കാണണമെന്നാണ് പറയണത്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൃഷ്ണമ്മോളെ കണ്ടാൽ മതിയെന്ന്. അങ്ങനെ കൃഷ്ണ അകത്ത് കയറി കാണുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പറയണ്ട്, അമ്മയ്ക്ക് കാണണമെന്ന് പറയാം, എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുക. വൈജയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ ദേഹത്തൊക്കെ കിടന്ന വയറും അതും ഇതും എല്ലാം പിച്ചിപ്പറിച്ച് ദൂരെ എറിഞ്ഞ് ദേഷ്യം പിടിച്ച് വയലൻ്റ് ആവും കേട്ടോ. അങ്ങനെ മനുവും വരുന്നുണ്ട്. മനുവും വന്ന് സംസാരിക്കണതിൻ്റെ കൂട്ടത്തിൽ മനു പറയണ്ട, ആൻറ്റിക്ക് കാണണോ ഞാൻ തന്നെ, ആൻറ്റി ഇങ്ങോട്ട് വിടട്ടെ. വേണ്ട, കൈപ്പള്ളിയിൽ ആരും ഇങ്ങോട്ട് വരണ്ട. ആ കുടുംബത്തിലെ ഒറ്റ എണ്ണം, വൈജ ഉൾപ്പെടെ ഒറ്റ എണ്ണം എന്നെ കാണാൻ വന്നു പോകരുത്. എനിക്ക് അവളുടെ മുഖമേ കാണണ്ട എന്നിങ്ങനെ തീർത്ത് തന്നെ പറയാട്ടോ. വൈജയ്ക്ക് ആകെ
വിഷമവും സംശയവും ഒക്കെ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാവും ബാലചന്ദ്രൻ ഇത്ര പെട്ടെന്ന് എന്നോടൊരു അകൽച്ച വന്നത്? എന്താവും കാര്യം? ഇതിനെല്ലാം കാരണക്കാരി ഈ അലീന തന്നെയാവും എന്നിങ്ങനെ സംശയിക്കുക കേട്ടോ. ഇതാണ് എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്